പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കാതെ അടപ്പൊടി വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വടയാണ് ഇട്ടത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചതേന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുതിർത്ത ഉഴുന്നാണ് ഇതുപോലെ നമുക്ക് വട ഉണ്ടാക്കാൻ ഉഷാറാവുക. അപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണ്. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് അരക്കുകയാണ് നല്ലത്. അപ്പോൾ അതിലാവുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിൽ നിന്ന് അരഞ്ഞിട്ടുണ്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ വെള്ളമാക്കരുത് കേട്ടോ. വെള്ളം കൂടുതലാക്കുന്നതിനനുസരിച്ച് നമുക്ക് പൊടിയിട്ട് എടുക്കുമ്പോൾ അപ്പം നമ്മളെ വട നന്നായി കിട്ടൂല. പിന്നെ മിക്സി നമുക്ക് വെള്ളമില്ലാതെ അരക്കണ സമയത്ത് ഭയങ്കര സൗണ്ടാവും. അപ്പോൾ നിർത്തി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ചില മിക്സിയിലൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ചെറിയ ജാറിലൊക്കെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അങ്ങനെ അരഞ്ഞ് കിട്ടും ചെയ്യും. അപ്പോൾ ഈ രൂപത്തിലാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആട്ടപ്പൊടി ഇട്ട് കൊടുത്ത് 1/2 കപ്പ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള കുനുകുന അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ടാ, എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളക്. അതുപോലെ ചെറിയ 2 പീസ് ഇഞ്ചിൻ്റെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിക്ക് വേണ്ട ഉപ്പ്, കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ കൂടുന്നത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ വെച്ചിങ്ങാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ കയ്യിലൊക്കെ നല്ല ഒട്ടിപ്പിടിച്ചിങ്ങാണ്ടിരിക്കും. അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഇത് ആവട്ടെ, അതിൻ്റെ ഉപ്പും എല്ലാം പിടിക്കും. പരക്കണ സമയത്തൊന്നും ഉപ്പ് ചേർക്കാതെ തന്നെ ഈ മാവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ സോഡ വേറൊന്നും വേണ്ട കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും. പുറം നല്ല ക്രിസ്പി ആയിരുന്നു, ഉള്ളിലെല്ലാം സോഫ്റ്റ് ചെയ്യുന്നിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം സവാള ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞത് വേണം ഇട്ടെടുക്കാൻ. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടെടുത്താൽ നല്ല രുചി കൂടും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ഐഡിയയാണ്. ഈ വെള്ളത്തിൽ കയ്യൊന്നും കണ്ട് മുക്കി കൊടുക്കുക. കുറച്ച് മാവ് എടുത്തുകാണ്ട് ഇതുപോലെ വിരലുകൊണ്ടൊന്ന് ഹോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും വല്ലാതെ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നമുക്ക് മാവ് എടുത്തുകാണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് വടൻ്റെ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്നും ചിലവാകണില്ല. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിരുന്നു, ഉള്ളിലെല്ലാം സോഫ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിലും വലുതാക്കിയിട്ട് ചുടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒക്കെ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലും വലുതാക്കിയിട്ട് തന്നെ ചുടട്ടോ, അത്ര മതി. അപ്പോൾ ഇടുന്ന സമയത്ത് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് ചൂടാവുക. പിന്നെ ഇതുപോലെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഉള്ളൊന്നും വേവാതെ തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ തീയൊന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കഴിക്കാൻ അടിപൊളിയെന്ന്. പിന്നെ ഇതിൽ നമുക്ക് ഈ സവാള അതുപോലെ കറിവേപ്പില ഇഞ്ചൊക്കെ ഇങ്ങനെ കടിക്കുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ അട്ടപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തപ്പോൾ അടിപൊളിയായിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ 2 എണ്ണമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്ത് പിന്നെ ഇതിലേക്ക് ചട്നിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും കൂട്ടി കഴിക്കട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ രസമായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തുകാണ്ട് കയ്യിൽ വെച്ചുകാണ്ട് തന്നെ ഒന്നും കണ്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇതുണ്ടാകുമ്പോൾ കയ്യിലൊന്നും ഉരുട്ടി പിടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇതിലാണ് ഈ ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിന് മുമ്പായിട്ട് ഇതുപോലെ വട ഉണ്ടാക്കിയിരുന്നത് അതും നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആട്ടപ്പൊടി വെച്ചിട്ട് ഞാനിതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇതും ഉഷാറാണ്, കഴിക്കാൻ അടിപൊളിയെന്ന്. പിന്നെ ഇത് കഴിക്കുന്നത് നല്ലതുമാണ്, ഉഴുന്നും ആട്ടപ്പൊടിയൊക്കെ അല്ലേ. അപ്പോൾ നല്ല ഉഷാറാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലേതും ഞാനിതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളിയായിരുന്നു.
അപ്പോൾ ഇതാ അല്ലേ ഇതിവിടെ റെഡി ആക്കി ഞാൻ ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ല, പുറമൊക്കെ നല്ലൊരു ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ കണ്ടില്ല, നല്ല ഉള്ളിലൊക്കെ ഇങ്ങനെ ഹോൾസ് പോലൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല വെന്തിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അപ്പോഴേ ഉള്ളൊക്കെ നല്ല ഉഷാറായിട്ട് വേവുള്ളൂ. അപ്പോൾ ഉഴുന്നുവട സാധാരണ അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയാലൊന്നും കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ കറി കൂട്ടിയിട്ടില്ലാതെയൊക്കെ കഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ ഞാനും ഇതവിടെ ചിക്കൻ കറിയിലൊക്കെ ഒന്ന് കുത്തിയിട്ട് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ ഗ്രേവി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കുട്ടിക്കാർക്കും അസ്സലാമു അലൈക്കും.